നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുറഞ്ഞ ശമ്പളക്കാരായ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയെന്നോണമാണ് കുവൈത്തിൽ വിദേശികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നിന് ഫീസ് ഏർപ്പെടുത്തിയ തീരുമാനം. മെഡിക്കൽ സപ്ലൈസ് പാഴാകുന്നത് തടയാനും ആരോഗ്യ സേവനങ്ങൾ ഉയർത്താനും ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്നാണ് ആരോഗ്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചത്. എന്നാൽ ഈ നടപടിക്കെതിരെ കുവൈറ്റ് ദേശീയ മനുഷ്യാവകാശ സമിതി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രവാസികൾക്ക് മരുന്നിന് ഫീസ് ചുമത്തുന്നത് അന്യായമാണെന്ന് കുവൈറ്റ് മനുഷ്യാവകാശ സമിതി ഉപദേഷ്ടാവ് പറഞ്ഞു. എന്നാൽ രാജ്യത്ത് താമസിക്കുന്ന വിദേശികൾ താമസരേഖ പുതുക്കുന്ന സമയത്ത് ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് നൽകുന്നതിനാൽ അധിക ഫീസായി മരുന്നിന് ഫീസ് ചുമത്തുന്നത് അന്യായമാണെന്ന് കുവൈറ്റ് മനുഷ്യാവകാശ സമിതി ഉപദേഷ്ടാവ് ഹംദാൻ അൽ നിംഷാൻ പറഞ്ഞു. തുച്ഛമായ വേതനം ലഭിക്കുന്ന വിദേശികൾക്ക് അധിക ഫീസ് താങ്ങാൻ കഴിയില്ലെന്നും അസുഖം വന്നാൽ പോലും ആശുപത്രികളിൽ എത്താത്ത സാഹചര്യമാണ് ഇതിലൂടെ സൃഷ്ടിക്കുകയെന്നും ഹംദാൻ വ്യക്തമാക്കി. മരുന്നിന് ഫീസ് ഏർപ്പെടുത്തിയത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മെഡിക്കൽ സെന്ററുകൾ, എമർജൻസി ഹോസ്പിറ്റലുകൾ, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിൽ ചികിത്സ തേടുന്ന പ്രവാസികൾക്കാണ് ആരോഗ്യ മന്ത്രാലയം പുതിയ ഫീസ് ഏർപ്പെടുത്തിയത്. താമസക്കാരും മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവരും മരുന്നിന് ഫീസ് നൽകണമെന്ന വ്യവസ്ഥ ചെയ്യുന്നതാണ് മന്ത്രിതല തീരുമാനം. എന്നാൽ രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ 10 ദിനാറും പ്രൈമറി ഹെൽത്ത് ക്ലിനിക്കുകളിൽ 5 ദിനാറും മരുന്നിന് ഫീസ് ഈടാക്കാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ വാദിയാണ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. തീരുമാനം കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നതായും അധികൃതർ അറിയിക്കുകയായിരുന്നു. നേരത്തെ പ്രൈമറി ഹെൽത്ത് ക്ലിനിക്കുകളിലും ആശുപത്രികളിലും മരുന്നുകൾ സൗജന്യമായാണ് വിദേശികൾക്ക് നൽകിയിരുന്നത്. പുതിയ നിർദ്ദേശം അനുസരിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഫാർമസിയിൽ നിന്ന് മരുന്ന് ലഭിക്കുന്നതിനായി 5 ദിനാറും ആശുപത്രിയിലെ ഔട്ട് പേഷ്യന്റ് ഫാർമസിയിൽ 10 ദിനാറും ഫീസായി വിദേശികൾ നൽകേണ്ടി വരും. നിലവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 2 ദിനാറും ആശുപത്രികളിൽ 10 ദിനാറുമാണ് കൺസൾട്ടേഷൻ ഫീസായി ഈടാക്കുന്നത്. ഫലത്തിൽ പ്രവാസികൾക്ക് പ്രൈമറി ഹെൽത്ത് ക്ലിനിക് സന്ദർശിക്കുവാൻ 7 ദിനാറും ആശുപത്രി സന്ദർശിക്കുവാൻ 20 ദിനാറും ഫീസായി നൽകേണ്ടി വരും. അതേസമയം ചില പ്രത്യേക മേഖലകളെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയതായും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ ഏതൊക്കെയാണെന്നും ആർക്കൊക്കെയാണ് ഇളവുകൾ ബാധകമാവുകയെന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മരുന്നിന് ഫീസ് ഈടാക്കാനും ചികിത്സാ ഫീസ് വർദ്ധിപ്പിക്കാനുമുള്ള തീരുമാനം രാജ്യത്തെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം വരുന്ന പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാവും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.